ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ഒരു ദ്വീപിൽ അകപ്പെട്ടു പോവാണ്. അവരെങ്ങനെയാണ് ആ ദ്വീപിൽ വന്നത്? അവർ ആ ദ്വീപിൽ എങ്ങനെ സർവൈവ് ചെയ്ത് കാണും? ഇനിയിപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലായി കാണോ? ആ ദ്വീപിൽ അവർക്ക് എന്തൊക്കെ കഴിക്കാൻ കിട്ടി കാണും? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ ബ്ലൂ ലഗൂൺ ദ അവേക്കണിംഗ് എന്ന മൂവിയാണ്. സിനിമയിലോട്ട് പോണേന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള എമ്മേനെയാണ്. എമ്മ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ നല്ല അച്ചടക്കവും അടുക്കും ചിട്ടയും എല്ലാം ഉണ്ട്. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ അവളുടെ ബെഡ് എല്ലാം തയ്യാറാക്കിയിടുകയാണ്. എന്നാൽ ഇതേ നേരം നമ്മുടെ കഥാനായകനെ കാണിക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ അലസനായിട്ടുള്ള ഒരു പയ്യനാണ്. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റതിന് ശേഷം അവൻ ഗെയിം കളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അവന്റെ അച്ഛനാണ് അവനെ വന്ന് വിളിക്കുന്നത് സ്കൂളിൽ പോകാൻ സമയമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ എമ എല്ലാം അവളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അവൾക്ക് സ്കൂളിൽ വരണം, പഠിക്കണം, നല്ല കോളേജിൽ കയറണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡീനിന് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഡീൻ ആരാണെന്നല്ലേ? ഡീനാണ് നമ്മുടെ കഥാനായകൻ. അങ്ങനെ എമ്മേനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് മറ്റാരുമല്ല, എമ്മയുടെ അമ്മയാണ്. എമ്മയുടെ അനിയത്തിയും കൂടെ ഉണ്ട്. അതുപോലെ അനിയത്തി ഡീനിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. കാരണം മറ്റൊന്നല്ല, ഡോറ് തുറക്കാനായിട്ട് പോയപ്പോൾ ഡീൻ കാർ ഓടിച്ച് അതുവഴി പോയി. അതുകൊണ്ടാണ് ജസ്റ്റ് ഡോറിൽ തട്ടാതെയാണ് മിസ്സായി പോയത്. ഈ എമ്മയുടെ അനിയത്തിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അതായത് അമ്മയ്ക്ക് എമ്മേനെ കൂടുതൽ ഇഷ്ടമാണോ എന്ന് വിചാരിച്ചിട്ട്. എമ്മ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടോപ്പറാണ്. അതുകൊണ്ടൊക്കെയാണ് അനിയത്തിക്ക് അങ്ങനെ തോന്നാനായിട്ടുള്ള ഒരു കാരണം. ഇപ്പൊ അമ്മ രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറക്കി വിടും. രണ്ടുപേരും കൂടെ സ്കൂളിലോട്ട് പോവാണ്. പിന്നീട് അമ്മ സ്കൂളിൽ ചെല്ലും, അവളുടെ ലോക്കറിന്റെ അടുത്ത് ചെല്ലും. അവളുടെ കൂട്ടുകാരിയും അവളുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഈ എമ്മയുടെ അടുത്ത് ഒരു പയ്യൻ വന്ന് മിണ്ടുന്നുണ്ട്. സ്റ്റീഫൻ എന്നാണ് പേര്. അവൻ ആ സ്കൂളിലെ തന്നെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അവൻ മിണ്ടപ്പോൾ കൂട്ടുകാരി എമ്മയോട് പറയും, അവൻ നല്ല പയ്യനാണ്, അവനെ സെറ്റാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കിക്കോളാം. ഈ കൂട്ടുകാരിക്ക് എങ്ങനെയെങ്കിലും എമ്മയ്ക്ക് ഒരു ലൈൻ സെറ്റാക്കി കൊടുക്കണം. ഇതിനുശേഷം എമ്മയും കൂട്ടുകാരിയും കൂടെ ക്ലാസ്സിലോട്ട് കയറി ചെല്ലും. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എമ്മ താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ സാറ് വഴക്ക് പറയാണ്. പിന്നാലെ തന്നെ ഡീനും കയറി വരും. ഡീൻ അറിയാതെ തന്നെ എമ്മയുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. സോറി പറഞ്ഞിട്ട് പിന്നിലായിട്ട് പോയിരിക്കുകയാണ്. ഈ കൂട്ടുകാരിയും എമ്മയും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കൂട്ടുകാരി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ഡീനിനെ പറ്റിയാണ്. അവൻ കൊള്ളില്ല, അവനുമായിട്ട് അടുപ്പം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഡീൻ ഇതെല്ലാം കേട്ട് ബാക്കിലിരിപ്പുണ്ട്. കൂട്ടുകാരി വിളിച്ചിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. അവൻ കേൾക്കൊക്കെ തന്നെ അവനെ പറ്റി കുറ്റം പറയുന്നില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരെല്ലാരും കൂടെ നാളെ ഒരു സ്കൂൾ ട്രിപ്പിന് പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും രാവിലെ തന്നെ വരണമെന്ന് പറയുന്നുണ്ട്. അത് നേരത്തെ, അങ്ങനെ നേരത്തെ വന്നില്ലെങ്കിൽ ഇവരില്ലാതെ തന്നെ അവരെല്ലാരും ടൂറിന് പോകുമെന്ന് പറയുന്നുണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ബ്രേക്ക് ആണ്. എല്ലാരും കൂടെ പോയിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ട്. എമ്മയുടെ കൂടെ തന്നെ അവളുടെ കുറച്ച് കൂട്ടുകാരികളുണ്ട്. ഡീൻ ഒറ്റയ്ക്കാണ് ക്ലാസ്സിലിരിക്കുന്നത്. ഈ ഡീനിനെ പറ്റി കൂട്ടുകാരികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ശരിയല്ല, അവനെ നോക്കണ്ട, ഒരു സമയം ദേഹത്ത് വന്ന് തട്ടിയെന്ന് വിചാരിച്ച് അവനെ നോക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന്. എമ്മയ്ക്ക് അവനോട് ചെറിയ രീതിയിലൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ടാണ് എമ്മയോട് കൂട്ടുകാരികൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. എമ്മേനേക്ക് സ്കൂളിൽ കൊണ്ടാക്കുന്നത് എമ്മയുടെ അമ്മയാണ്. അതുപോലെ തന്നെ ഡീനിന് ഈ ഒരു സ്കൂൾ ട്രിപ്പിന് വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അവനങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ അച്ഛനാണ് അവനെ നിർബന്ധിപ്പിച്ച് പറഞ്ഞു വിടുന്നത്. അവനിങ്ങനെ കറങ്ങാൻ പോകുന്നതും സ്കൂൾ ട്രിപ്പിന് പോകുന്നതും ഒന്നും ഇഷ്ടാവുന്നില്ല. ഈ ഒരു കുട്ടികളുമായിട്ട് മിണ്ടുന്നതും വലിയ ഇഷ്ടാവുന്നില്ല. അങ്ങനെ ഡീനിനെയും അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കും. സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം എല്ലാവരും കൂടെ ഇവർ സ്കൂൾ ട്രിപ്പിന് വരാനായിട്ട് ഒരുങ്ങിയ ആ ഒരു ഐലൻഡിൽ ചെല്ലും. ഇവരൊരു ഐലൻഡിലാണ് സ്കൂൾ ട്രിപ്പിനായിട്ട് വന്നിരിക്കുന്നത്. എന്തോ ഒരു സ്കൂൾ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം അടിച്ചുപൊളിയാണ്. ഇവർ ഓരോ പ്രോജക്റ്റുകളൊക്കെ അങ്ങനെ നിന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടുന്നുണ്ട്. ഡീൻ ആണെങ്കിൽ എന്തോ ഒരു ഫിറ്റിയുടെ മണ്ടയിൽ കൂടെ അങ്ങനെ നടന്നു പോവാണ്. സാറ് വഴക്ക് പറയും, താഴെ വീണാൽ എന്തായാലും ദേഹത്ത് പരിക്കേൽക്കും. അതുപോലെ തന്നെ എമ്മേന്റെ അടുത്ത് ആ സ്റ്റീഫൻ എന്ന് പറയുന്ന പയ്യൻ വന്ന് മിണ്ടുന്നുണ്ട്. കൂട്ടുകാരികൾ വീണ്ടും എമ്മേനെ കളിയാക്കാണ്. അവൻ അടിപൊളിയാണ്, അവനൊന്ന് നോക്കി വെച്ചോളാൻ. എന്നാൽ എമ്മയ്ക്ക് സ്റ്റീഫനോട് വലിയ താല്പര്യമൊന്നുമല്ല. ഈ കൂട്ടുകാരികൾ പറയുന്നത് കൊണ്ട് തന്നെ എന്തോ പോലെ. പിന്നീട് എമ്മയും കൂട്ടുകാരികളും കൂടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് കളിയാണ്. ഡീൻ ഇതൊക്കെ നോക്കി ആ ഒരു ഹോട്ടലിന്റെ മുകളിൽ അങ്ങനെ നിപ്പുണ്ട്. അവൻ എമ്മയിൽ ചെറിയൊരു കണ്ണുണ്ട്. എന്നാൽ ആ നേരമായിരിക്കും എമ്മേനെ സ്റ്റീഫൻ തൂക്കിയെടുത്തോണ്ട് പോകുന്നത്. ഇത് കാണുമ്പോൾ അവന് ചെറിയൊരു വിഷമായിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അങ്ങനെ കുളിച്ചു കഴിഞ്ഞിട്ട് എമ്മയാണെങ്കിൽ അവളുടെ റൂമിൽ വന്നിരിക്കുകയാണ്. കൂട്ടുകാരികൾ അങ്ങോട്ട് വരും. എമ്മയോട് ഒരു കാര്യം പറയും. അതായത് സ്റ്റീഫൻ എമ്മേനെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചിട്ടുണ്ട്. കൂടെ തന്നെ കൂട്ടുകാരികൾക്കും വരാം, ഒരു ബോട്ടിൽ ചെറുതായിട്ടൊന്ന് പാർട്ടി പോലെ. എന്നാൽ എമ്മയ്ക്ക് പോകാനായിട്ട് വലിയ താല്പര്യമില്ല. ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കൂട്ടുകാരികൾ നിർബന്ധിക്കുകയാണ്, നീ വന്നേ പറ്റൂ, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അവസാനം എമ്മയെ സമ്മതിക്കും. ഇവരെല്ലാരും കൂടെ ആ ഒരു ബോട്ടിൽ കയറാനായിട്ട് പോവാണ്, ചെറിയൊരു ഷിപ്പ് പോലെ. അങ്ങനെ എമ്മയും കൂട്ടുകാരികളും കൂടെ ആ ബോട്ടിൽ ചെല്ലും. അതുപോലെ തന്നെ ഡീനും ആ ബോട്ടിലുണ്ട്. കൂട്ടുകാരികളാണെങ്കിൽ എമ്മേനെ കളഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാനായിട്ട് അങ്ങനെ പോകും. എമ്മ ഒറ്റയ്ക്കാണ്. എമ്മ അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോൾ അവൾ ഒരു കാര്യം കാണുകയാണ്. സ്റ്റീഫൻ വേറൊരു പെൺകുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു വിഷമമുണ്ട്, എന്നാൽ വലിയ വിഷമമൊന്നുമില്ല. അവൾ അതങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഡീൻ അത് കാണുന്നുണ്ട്. എന്താ പ്രശ്നം, അത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ എമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. ആ നേരമായിരിക്കും അങ്ങോട്ട് കുറച്ച് പോലീസുകാർ ബോട്ടിൽ വരുന്നത്. ഇങ്ങനെ സീയിൽ രാത്രി ഇറങ്ങി നടക്കാനായിട്ട് പാടില്ല, അതും അനുവാദം ഇല്ലാതെ. ഇവരാരും ടീച്ചർമാരോടൊന്നും പറയാതെയാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതെങ്ങാനും ടീച്ചർമാരെ അറിയുവാണെങ്കിൽ എന്തായാലും ഈ സ്കൂൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. അപ്പൊ അത് വലിയ പ്രശ്നമാവും. എമ്മ ഈ പോലീസുകാരെ നോക്കി നിൽക്കുന്ന സമയത്ത് അവൾ അറിയാതെ ആ ഒരു കടലിൽ ചെന്ന് വീഴുകയാണ്.
എന്നാൽ ബാക്കി ആരും ഇത് കണ്ടില്ലെങ്കിലും ഡീൻ ഇത് കാണുന്നുണ്ട്. ഡീൻ പെട്ടെന്ന് തന്നെ അവളെ രക്ഷിക്കാനായിട്ട് ആ ഒരു കടലിലോട്ട് എടുത്ത് ചാടും. അങ്ങനെ അവളെയും രക്ഷിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു സേഫ് ബോട്ട് ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട്. എന്നാൽ പോലീസുകാർ ആ ബോട്ടിലുള്ള ആൾക്കാരെ എന്തായാലും പൊക്കും, ആ ഒരു വലിയ ബോട്ടിലുള്ള ആൾക്കാരെ. ഇപ്പൊ ഡീൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ അവൻ ആ ബോട്ടിന്റെ കയർ അറുത്ത് വിടുകയാണ്. വലിയ ബോട്ടുമായിട്ട് ഈ ചെറിയ ബോട്ട് ചെറിയൊരു കയറ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് മുറിച്ചു വിടുകയാണ് പോലീസിന്റെ ഇടയിൽ പെട്ട് പ്രശ്നമാവാതിരിക്കാനായിട്ട്. വീട്ടിലൊക്കെ അറിയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നവും. പോലീസിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടാൽ വീട്ടിൽ എന്തായാലും അറിയും. അതുകൊണ്ടാണ് ഡീൻ അങ്ങനെ ചെയ്തത്. എന്നാൽ എമയ്ക്ക് പേടിയാവുന്നുണ്ട്, കാരണം ആ വലിയ ബോട്ട് അവിടെ നിന്ന് എടുത്തു പോയി കഴിഞ്ഞു പോലീസിന്റെ കയ്യിൽ പെടാതെ. എന്നാൽ കയർ അറുത്തു വിട്ടത് കൊണ്ട് തന്നെ എമയ്ക്കും ഡീനിനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിച്ചില്ല, ആ വലിയ ബോട്ടിന്റെ കൂടെ പോകാനായിട്ട് സാധിച്ചില്ല. എമയ്ക്കാണെങ്കിൽ പേടിയായിട്ട് ഡീനിന് ഒരുപാട് വഴക്ക് പറയും, എന്തിനാണ് അത് അറുത്തു വിട്ടേന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഡീൻ നോക്കുമ്പോൾ ദൂരെയായിട്ട് ഒരു തിരമാല വരുന്നുണ്ട്. ഈ തിരമാല എന്തായാലും അവരുടെ ബോട്ടിനെ എടുത്ത് മറിച്ച് കളയും, ആ ഒരു സേഫ് ബോട്ടിനെ എടുത്ത് മറിച്ച് കളയും. ഇത് മനസ്സിലാക്കുന്ന ഡീൻ ആണെങ്കിൽ ആ ബോട്ടിൽ എന്തോ ഒരു തരം ഷീറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് ആ ബോട്ടിന്റെ മുകളിൽ കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ തിരമാല വന്നടിക്കും, ഇവരുടെ ദിശ മാറി ഇവരെങ്ങോട്ടോ പോകുന്നുണ്ട്. ഇവരെ കടലിന്റെ നടുക്കാണ്, അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഡീനും എമയും വിചാരിച്ചിരുന്നത് ഈ ഒരു സേഫ് ബോട്ടിൽ എന്തായാലും ഒരു മോട്ടർ കാണും, ആ മോട്ടർ ഉപയോഗിച്ച് പോവാന്നാണ്. പക്ഷെ ഇവർ നോക്കിയപ്പോഴാവട്ടെ അതിനകത്ത് മോട്ടർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തുഴഞ്ഞേ പോകാൻ പറ്റൂ, മോട്ടർ ഉപയോഗിച്ച് പോകാനായിട്ട് പറ്റത്തില്ല, ഈ നദിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടും പറ്റത്തില്ല. ഇപ്പം തിരമാല അടിച്ച് അവരെങ്ങോട്ടോ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, എങ്ങോട്ടാ പോയെന്ന് നമുക്ക് നാളെ മനസ്സിലാക്കാം. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം കൂട്ടുകാരികളൊക്കെ എമേനെ തിരക്കുമ്പോൾ എമേനെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറിനോട് വന്ന് വിവരം പറയും. ടീച്ചർ പറയും എമ എങ്ങോട്ടെങ്കിലും പോയി കാണും, പെൺകുട്ടികളല്ലേ, ചിലപ്പോൾ ഏതെങ്കിലും ആൺകുട്ടികളുടെ കൂടെ പോയി കാണുമെന്ന് പറയുമ്പോൾ കൂട്ടുകാരികൾ ഉറപ്പിച്ച് തന്നെ പറയാണ് എമ അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ല എന്ന്. എമ എപ്പോഴും പഠിക്കുന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്, എന്നാൽ അവൾ അങ്ങനെ പോകുന്നൊരു പെൺകുട്ടി അല്ല എന്ന് പറയുമ്പോൾ ടീച്ചർ അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എമേനെയും അതുപോലെ തന്നെ ഡീനിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നടുക്കടലിൽ കണ്ണു തുറന്നിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വലിയ പേടിയൊന്നുമില്ല, ഇവരെ തിരക്കി ആൾക്കാർ വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവരൊരു ഐലൻഡിൽ വന്നില്ലായിരുന്നോ ഹോട്ടലൊക്കെ ഉള്ള, ആ ഐലൻഡിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ് ഇവരുള്ളതെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, കുറെ ദൂരം ഇവർ വന്നിട്ടുണ്ട്. വീണ്ടും സാറിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അവർ അറ്റൻഡൻസ് എടുത്ത് നോക്കുന്നുണ്ട്. അറ്റൻഡൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഡീനിനെയും എമേനെയും കാണാനില്ല. അവർ രണ്ടുപേരും എവിടെ പോയെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അവർ രണ്ടുപേരെയും ഇവർ അവസാനമായിട്ട് കണ്ടത് ബോട്ടിൽ വെച്ചാണ്, പിന്നീട് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളും ടീച്ചർമാരും ടെൻഷനിലാണ്. വീണ്ടും എമേനെയും ഡീനിനെയും കാണിക്കുകയാണെങ്കിൽ ഡീൻ എമയ്ക്ക് ഒരു ബബിൾക്കം കൊടുക്കുന്നുണ്ട്, ആകെ കഴിക്കാൻ അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡീന് ഭയങ്കര സന്തോഷം, അവന് വലിയ പേടിയൊന്നുമില്ല. എന്നാൽ എമയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട്, ഇതുവരായിട്ടും ഇവരെ തേടി ആരും വന്നില്ലല്ലോ, ഇനി വരുമെന്ന് അവൾ കരുതുകയാണ്. അതായത് ഡീൻ അവന്റെ തലയൊക്കെ വെള്ളത്തിൽ മുക്കുന്നുണ്ട്. അതുപോലെ എമ നോക്കുന്ന സമയത്ത് ദൂരെയായിട്ട് ഒരു ഐലൻഡ് കാണുകയാണ്. എമ ഡീനിനോട് കാര്യം പറയും. പിന്നെ ഈ തോണി തുഴയാനായിട്ട് ഒരു പങ്കായുണ്ട്, ഒരു ചെറിയ ബാറ്റ് പോലത്തെ സംഭവം, അതെടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ തുഴയാനായിട്ട് തുടങ്ങും. ഒരെണ്ണേ ഉള്ളൂ ഡീനാണ് തുഴയുന്നത്, എമയും കൂടെ സഹായിച്ചു കൊടുക്കും അവളുടെ കൈ വെച്ച് തുഴയാനായിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തുഴഞ്ഞ് ആ ഒരു ബോട്ടും കൊണ്ട് ഇവരൊരു ഐലൻഡിൽ വന്നിട്ടുണ്ട്. അത് തിരയടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ ചാടിയൊക്കെ ഇറങ്ങി ആ ഒരു ബോട്ട് കഷ്ടപ്പെട്ട് ആ ഒരു ഐലൻഡിലോട്ട് അടുപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ വന്ന് അങ്ങനെ താഴെ കിടക്കുകയാണ്. ഇതേ നേരം അവിടെയാണെങ്കിൽ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. കൂട്ടുകാരികളോട് പോലീസുകാർ വിവരം അന്വേഷിക്കും, എവിടാണ് അവരെ ലാസ്റ്റ് കണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ പോലീസ് അന്വേഷിക്കാമെന്നും പറയുന്നുണ്ട്. വീണ്ടും എമേനെയും ഡീനിനെയും കാണിക്കുകയാണെങ്കിൽ എമയും ഡീനും കൂടെ പതിയെ എണീറ്റ് ആ ഐലൻഡിലോട്ട് നടക്കാനായിട്ട് തുടങ്ങും. നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ഇൻസെക്ട് ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു പാർവാലിയില്ലേ നീരസ്, അതിനെ കണ്ടിട്ട് എമ പേടിച്ചു പോവാണ്. ഡീൻ പറയും ഇതിനെ കണ്ട് നീ പേടിക്കുകയാണെങ്കിൽ ഈ ഐലൻഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനെയൊക്കെ കണ്ട് നീ പേടിക്കേണ്ടി വരത്തില്ലേന്ന്. എമയ്ക്ക് ഇത് കണക്കത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേടിയാണ്. എന്തായാലും എമയും ഡീനും കൂടെ യാത്ര തിരികെയാണ് ആ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കാനായിട്ട്. ഇവര് വിചാരിച്ചിരിക്കുന്നത് ഇവര് വന്ന ഐലൻഡ് ആണെന്നാണ്, ഇവര് വെക്കേഷന് വന്ന ഐലൻഡ് ആണെന്നാണ്. എന്നാൽ അങ്ങനെയാണോന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കണ്ടുപിടിക്കാം. ഈ നേരം ഡീനിന്റെ അച്ഛനെയും അതുപോലെ തന്നെ എമേന്റെ അമ്മേനെയും അച്ഛനെയും സ്കൂളിലോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ ഒരു കാര്യം പറയുകയാണ്. എമേന്റെ അമ്മയും അച്ഛനും സ്കൂളുകാരോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. കുട്ടികളെ സ്കൂളുകാരെ വിശ്വസിച്ചല്ലേ വെക്കേഷന് പറഞ്ഞു വിട്ടത്, എന്നാൽ സ്കൂളുകാരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കിട്ടിട്ട് എമയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഡീനിന്റെ അച്ഛനും പോവാണ് അവരെ തിരക്കാനായിട്ട് ആ ഐലൻഡിലോട്ട്. വീണ്ടും എമേനെയും ഡീനിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ആ ഐലൻഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. എമ കുറച്ച് ബെറീസ് കാണുന്നുണ്ട്, അത് പറിച്ച് തിന്നാനായിട്ട് പോകുമ്പോൾ ഡീൻ സമ്മതിക്കത്തില്ല. അത് എന്ത് തരം ബെറി ആണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലും വിഷമുള്ള ബെറീസ് ആണെങ്കിലോ. അതുകൊണ്ട് തന്നെ ഡീൻ സമ്മതിക്കത്തില്ല. വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എമേനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. രണ്ടുപേരും കൂടെ നടന്ന് ഒരു പുഴ അഴുകിൽ ചെല്ലുന്നുണ്ട്. അതായത് കാണാൻ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു വാട്ടർ ബോഡി. ഡീനിന് അതിനകത്ത് ഇറങ്ങി ചാടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, എന്നാൽ എമ സമ്മതിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം, അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും ഇറങ്ങണ്ടെന്ന് പറയുമ്പോൾ ഡീൻ സമ്മതിക്കത്തില്ല. ചിലപ്പോഴേ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അതൊക്കെ ഭാഗ്യവാന്മാർക്കേ പറ്റത്തുള്ളൂ, നമുക്കിപ്പോൾ ഇറങ്ങാന്ന് പറയുമ്പോൾ എമ സമ്മതിക്കത്തില്ല. ഡീനിനെയും വിളിച്ച്
പേടിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. ആ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അതാണ് എമ്മയുടെ മുമ്പിലുള്ള ലക്ഷ്യം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നടന്ന് ഒരു മലമുകളിൽ ചെല്ലുന്നുണ്ട്. ഈ ഒരു ഐലൻഡിന്റെ ഏത് ഭാഗത്താണ് ഹോട്ടൽ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. എന്നാൽ അവർ ആ മലമുകളിൽ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഇവിടെ ഹോട്ടൽ ഒന്നും കാണാനില്ല. ഇവർക്ക് മനസ്സിലായി ഇവർ വന്നേക്കുന്നത് വേറെ ഏതോ ഒരു ഐലൻഡ് ആണെന്ന്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും പറ്റത്തില്ല. വന്ന ബോട്ട് വഴി ഇനി തിരിച്ചു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ തിരിച്ച് നടക്കാനായിട്ട് തുടങ്ങും. ബോട്ട് താഴെ കടൽ തീരത്ത് ഒതുക്കിയിട്ടുണ്ട്. അതെടുത്തോണ്ട് ഇനി അങ്ങ് പോയാൽ മതി, തുടങ്ങിയാൽ മതി, എത്തും. ഇവരങ്ങനെ നടന്ന് ഒരു ഗുഹയുടെ അടുത്ത് വരുന്നുണ്ട്. ഡീൻ ഇത് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും. ആ ഗുഹയുടെ അകത്ത് എന്താണെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് എമേനെയും വിളിച്ച് ഗുഹേന്റെ അടുത്തോട്ട് ചെല്ലും. എന്നാൽ അടുത്തോട്ട് ചെന്നതും കുറേയധികം വവ്വാലുകൾ അവിടെ നിന്ന് പറന്ന് ദൂരോട്ട് പോവാണ്. അതും അവരുടെ കൺമുമ്പിൽ കൂടെ. ഇത് കണ്ട് പേടിച്ചിട്ട് എമയും ഡീനും കൂടെ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളത്തിലോട്ട് എടുത്ത് ചാടുകയാണ്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ നടന്ന് കടൽ തീരത്ത് ചെല്ലും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ആ ഒരു ബോട്ട് കാണാനില്ല. അതിന് വെള്ളം എടുത്തോണ്ട് പോയി. ഇവരാകെ പേടിച്ച് എങ്ങനെ രക്ഷപ്പെട്ടു പോകണമെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഡീനിന് ഒരു കാര്യം കിട്ടുന്നുണ്ട്. അതായത് ഒരു സേഫ് ജാക്കറ്റ് ആണ്. ഈ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഇടുന്നൊരു ജാക്കറ്റില് അതൊരെണ്ണം കിട്ടുന്നുണ്ട്. അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഡീനും എമയും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ വീട്ടുകാർ ഇവരെ തേടി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. ഡീനിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അവന്റെ അച്ഛൻ അവനെ തേടി വരുമെന്ന്. എന്നാൽ എമയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ട് അവളുടെ വീട്ടുകാർ അവളെ തേടി വരുമെന്ന്. ഡീനും അതുപോലെ തന്നെ അച്ഛനും വലിയ ബന്ധത്തിലൊന്നുമല്ല. എന്നാൽ ഡീനിന് അറിയാത്തൊരു കാര്യമുണ്ട്. ഡീനിന്റെ അച്ഛന് ഡീനിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഡീനിന്റെ അച്ഛനെയും അതുപോലെ തന്നെ എമ്മയുടെ അച്ഛനെയും അമ്മയും കാണിക്കുകയാണെങ്കിൽ ഇവർ മൂന്നുപേരും കൂടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഐലൻഡിൽ ചെന്ന് അവർ അന്വേഷിക്കാനായിട്ട്. രാത്രിയാവുന്ന സമയത്ത് എമ്മയും ഡീനും കൂടെ എങ്ങനെയെങ്കിലൊക്കെ തീ കത്തിച്ചിട്ടുണ്ട്. ഡീനിന്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് തീ കത്തിച്ചത്. എമ്മയുടെ കയ്യിൽ ഫോൺ ഉണ്ട് കേട്ടോ. പക്ഷെ ഡീനിന്റെ കയ്യിലുള്ള ഫോൺ നനഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ആരെ വിളിക്കാനും പറ്റത്തില്ല. എന്നാൽ എമ്മയുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും അത് വെച്ച് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടെ സിഗ്നൽ ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ എമ്മയുടെ ഫോൺ കണ്ടതും ഡീനാണെങ്കിൽ അവളുടെ നിന്ന് ഫോൺ വാങ്ങും, പാട്ടിടാനായിട്ട് തുടങ്ങും. എന്നാൽ എമ്മ വഴക്കിട്ടിട്ട് ആ ഫോൺ തിരിച്ചു വാങ്ങുകയാണ്. ഈ സമയത്ത് പാട്ടൊന്നും കേൾക്കാനായിട്ട് പാടില്ല. ഫോണിന്റെ ബാറ്ററി തീർന്നു പോയാൽ ചിലപ്പോൾ സിഗ്നൽ വന്നാൽ എങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെ അവന്റെ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അവൾക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. ഡീൻ അവന്റെ ഷർട്ട് ഊരി കൊടുക്കുകയാണ്. അവൾക്ക് തണുക്കുന്നുണ്ടെങ്കിൽ ഇട്ടോളാൻ പറഞ്ഞിട്ട് അവളും തണുത്തിട്ട് അത് വാങ്ങുന്നുണ്ട്. ഡീൻ അതിനുശേഷം കിടന്നുറങ്ങും. പിറ്റേ ദിവസം ആകുമ്പോൾ ഡീൻ ഉറക്കത്തിൽ നിന്ന് എണീക്കും. എന്നാൽ എണീറ്റ് നോക്കുമ്പോൾ എമേനെ കാണാനില്ല. എമ്മ നേരത്തെ തന്നെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡീൻ എങ്ങനെയെങ്കിലൊക്കെ എമേനെ കണ്ടുപിടിക്കുന്നുണ്ട്. അവൾ കടൽ തീരെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് SOS എന്ന് എഴുതി വെക്കുകയാണ്, അതും ചെറുതായിട്ട്. ഇപ്പൊ ഡീൻ വന്നിട്ട് വലിയ പേടിയൊന്നും ഇല്ലാതെ അവന്റെ ഷർട്ടൊക്കെ ഊരി കടലിലോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങും. എമേനെയും വിളിക്കുന്നുണ്ട്. എന്നാൽ എമയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ അവൻ ഷർട്ടൊക്കെ ഊരിയപ്പോൾ അവൾക്കൊന്ന് നോക്കണമെന്നുണ്ട്. അവളിങ്ങനെ നാണിച്ച് മാറി നിൽക്കുകയാണ്. ഈ നേരം ഡീനിന്റെയും അതുപോലെ തന്നെ എമ്മയുടെയും അച്ഛനും അമ്മയും ഐലൻഡിൽ വന്നിട്ടുണ്ട്. ഡീനിന്റെ അമ്മയില്ല, അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അവർ ഐലൻഡിൽ വന്നിട്ട് ആ ഐലൻഡിലുള്ള പോലീസുകാരോട് കാര്യങ്ങൾ പറയും. അവരെ അന്വേഷിക്കാന്ന് പറയും. പിന്നെ ഇപ്പൊ ഹെലികോപ്റ്റർ വിട്ട് അന്വേഷിക്കാനായിട്ട് പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹെലികോപ്റ്റർ വിട്ട് അന്വേഷിക്കാന്ന് അവിടുത്തെ പോലീസുകാർ പറയും. ആ ഒരു സ്ഥലത്ത് തന്നെ കുറെ അധികം ഐലൻഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഐലൻഡിൽ ചിലപ്പോൾ ഡീനും അമ്മയും കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ബോട്ടിൽ വെള്ളത്തിലും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത ഒന്നും അവർ തള്ളിക്കളയുന്നില്ല. എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അങ്ങനെ ഡീനും അമ്മയും കൂടെ ആ ഐലൻഡിൽ ജീവിക്കുകയാണ്. ഇപ്പൊ അവർക്ക് കഴിക്കാനായിട്ട് എന്തൊരു ബിസ്ക്കറ്റ് ഉണ്ട്. എമ്മ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ആണ്. അവളുടെ കയ്യിൽ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാമോ, ഇവർക്ക് ആ ഒരു ബോട്ടിൽ നിന്ന് ഒരു തോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലെയർ ഗൺ. ഏതെങ്കിലും ഒരു വിമാനമോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ പോകുന്ന സമയത്ത് ആ ഒരു ഫ്ലെയർ ഗൺ പൊട്ടിച്ചാൽ മതി ഇവർ ഈ ഐലൻഡിൽ ഉണ്ടെന്നുള്ള വിവരം അവർക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഫ്ലെയർ ഗൺ ഉണ്ട്, അത് അവരുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ നേരം എമേനെയും ഡീനിനെയും തപ്പി പോലീസുകാരും മടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കളോട് വിവരം പറയാണ്. അവരെ ബോട്ടിൽ പോയി അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന്. അവരാകെ വിഷമിച്ച് ഹോട്ടൽ റൂമിൽ വന്നിട്ട് എമയുടെ അച്ഛനും അമ്മയും കൂടെ അനിയത്തിനെ വിളിക്കും. എമയുടെ അനിയത്തി വീട്ടിൽ ഒറ്റയ്ക്കാണ്. കുറച്ച് ദിവസത്തിനകം എമേനെ കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അനിയത്തിക്കും എമ കാണാതെ പോയതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ചേച്ചിയോട് ഇത്തിരി അസൂയ ഉണ്ടെങ്കിലും നല്ല വിഷമമുണ്ട്. ഇപ്പൊ എമയും അതുപോലെ തന്നെ ഡീനും കൂടെ ഐലൻഡിൽ അങ്ങനെ നടക്കുകയാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ വാഴപ്പഴങ്ങളൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഡ്രസ്സിന്റെ നീളമെല്ലാം അവർ വെട്ടി ചെറുതാക്കിയിട്ടുണ്ട്. പാന്റ് എല്ലാം വെട്ടിയിട്ട് അത് നിക്കറാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ചെറിയൊരു കുടില് പോലെ കെട്ടിയിട്ടുണ്ട്. കുറച്ച് ഓലയൊക്കെ പറക്കി വെച്ച് ചെറിയൊരു പാർപ്പിടം പോലെ. എന്നിട്ട് രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുകയാണ്. ഡീൻ അറിയാതെ തന്നെ ഉറക്കത്തിൽ എമേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എമ കയ്യൊന്നും എടുത്ത് മാറ്റുന്നില്ല. അവളും അങ്ങനെ കിടക്കുകയാണ്. ഇവർ രണ്ടുപേരും മാത്രമല്ലേ ഐലൻഡിലുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ എമ രാവിലെ തന്നെ കുളിക്കാനായിട്ട് ആ ഒരു ആറ്റിൽ പോകുന്നുണ്ട്. ആറോ കുളോ തോടോ എന്തോ മറ്റോ ആണ്, അറിയില്ല. അപ്പൊ ഡീൻ ആണെങ്കിൽ അങ്ങോട്ട് വരും. ഡീനിനെ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത് മറ്റാരുമല്ല, എമ തന്നെയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് കുളിക്കാനായിട്ട് പേടിയാണ്. കാരണം ഈ കാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള പേടിയാണ്. ഇപ്പൊ ഡീൻ വന്നിട്ട് അവളോട് ചെറിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവനും വരട്ടോ കൂടെ കുളിക്കാനെന്നൊക്കെ ചോദിച്ചിട്ട്. ഏതായാലും അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. ഈ നേരം എമ്മയുടെ അച്ഛനും അമ്മയും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അനിയത്തി വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട് തന്നെ അച്ഛൻ തിരിച്ചു വീട്ടിൽ പോയിട്ട് അനിയത്തിയുടെ കാര്യങ്ങൾ നോക്കാമെന്നും അമ്മയാണെങ്കിൽ ഈ ഐലൻഡിൽ നിന്നിട്ട് എമ്മനെ കണ്ടുപിടിച്ചിട്ട്
കണ്ടുപിടിച്ചിട്ട് വരാമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. എമ്മയുടെ അമ്മയ്ക്ക് ഒരുപാട് വിഷമമാണ് എമ്മനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ. അച്ഛനാണെങ്കിൽ എമ്മയുടെ അമ്മേനെ സമാധാനപ്പെടുത്തും. സാരമില്ല, എല്ലാം റെഡിയാവും, എമ്മനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. എമ്മയുടെ അച്ഛൻ പോയതിനു ശേഷം എമ്മയുടെ അമ്മയാണെങ്കിൽ ഹെലികോപ്റ്ററിൽ ഡീനിന്റെ അച്ഛന്റെ കൂടെ ആ ഐലൻഡിലെല്ലാം സെർച്ച് ചെയ്യാണ്. ഹെലികോപ്റ്റർ പറത്തിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് മറ്റാരുമല്ല, ഡീനിന്റെ അച്ഛൻ തന്നെയാണ്. ഇവർക്ക് ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാൻ പറ്റും, പൈലറ്റിന് ഉൾപ്പെടെ. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അന്വേഷിക്കാനായിട്ട് കഴിയും. പക്ഷെ കുറച്ചധികം പൈസ ആവുന്നേ ഉള്ളൂ. എന്നാൽ ഡീനിന്റെ അച്ഛൻ്റെ ഒരുപാട് പൈസയുണ്ട്. അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. അന്ന് വൈകുന്നേരം ആവുന്ന സമയത്ത് എമ്മയും ഡീനും കൂടെ ആ ഐലൻഡിൽ കിടക്കാനായിട്ട് വരുവാണ്. വൈകുന്നേരം സമയമായല്ലോ. അങ്ങനെ വന്ന് അവിടെ നിൽക്കുമ്പോഴായിരിക്കും ഇവരൊരു കുടില് കെട്ടിയില്ലായിരുന്നു. ആ കുടിലിന്റെ തൊട്ട് സൈഡിൽ നിന്ന് ഒരു അസ്ഥികൂടം കാണുന്നത്. ഇത് കണ്ട എമ്മ പേടിച്ച് ആകെ മാറി നിൽക്കുകയാണ്. അവൾ കരയാൻ പോകുന്നത് പോലെയൊക്കെ ആവുന്നുണ്ട്. എന്നാൽ ഡീൻ വന്ന് സമാധാനപ്പെടുത്തും. എമ്മയുടെ പേടി മറ്റൊന്നുമല്ല, ഇവരും ഈ ഐലൻഡിൽ കിടന്ന് ഇതുപോലെ മരിച്ചു പോകുന്നതാണ്. എന്നാൽ ഡീൻ പറഞ്ഞു കൊടുക്കും, ചിലപ്പോൾ ഇത് ആരെങ്കിലും ആയിരിക്കാം, വീട്ടുകാരൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതകയായിരിക്കാം, ജയിലൊക്കെ ചാടി ഇവിടെ വന്ന് ഒളിച്ച് താമസിച്ചതായിരിക്കാം. എന്നാൽ നമ്മൾ അതുപോലെയല്ല, നമ്മൾ അന്വേഷിക്കാനായിട്ട് എന്തായാലും വീട്ടുകാർ വരുമെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി രണ്ടുപേരും കൂടെ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അന്ന് രാത്രി അവർ തമ്മിൽ ഫിസിക്കലി ബന്ധപ്പെടുന്നുണ്ട്. ഇവരുടെ സ്നേഹത്തിന് ശേഷം എമിക്ക് വിഷമവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ്. സന്തോഷം എന്താന്ന് വെച്ചാൽ ഡീനിനെ പോലെ ഒരു പയ്യനെ കിട്ടിയില്ലേ, അതുപോലെ വിഷമം എന്താന്ന് വെച്ചാൽ വീട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, അതൊക്കെ തന്നെയാണ്. അങ്ങനെ അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ എമ്മ കണ്ണു തുറക്കുന്നുണ്ട്. എന്നാൽ ഡീനിനെ കാണാനില്ല. ഡീനിനെ അന്വേഷിച്ച് അവൾ ആ കാട് മൊത്തം നടന്ന് അവസാനം അവനെ കണ്ടുപിടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു അസ്ഥികൂടം എടുത്ത് അതിനെ കുഴിച്ചിടാനായിട്ട് വന്നേക്കുകയാണ്. എമ്മ അവനെ വഴക്ക് പറയും, എന്തിനാണ് എന്നോട് പറയാതെ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചിട്ട്. ഡീൻ അവളോട് ദേഷ്യപ്പെടും, ഞാൻ എന്തിനു നിന്നോട് പറയണം, നമ്മൾ തമ്മിൽ ഫിസിക്കലി ബന്ധപ്പെട്ടെന്നേ ഉള്ളൂ, നിന്നെ ഞാൻ പ്രണയിക്കുന്നൊന്നുമില്ല, നീ എന്റെ ആരുമല്ല, പിന്നെ ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുമ്പോൾ അവൾക്ക് ചെറുതായിട്ട് വിഷമാവുന്നുണ്ട്. അവൾ ഡീനിനെ ഒറിജിനലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇവള് ഞാൻ പറയുന്നതൊന്ന് കേക്കെന്ന് പറഞ്ഞ് അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൾ അറിയാതെ തെന്നി താഴെ വീഴാണ്. അവളുടെ കാല് മുറിയുന്നുണ്ട്. പിന്നീട് ഡീൻ അവളെയും വിളിച്ച് ആ ഒരു കുളക്കരയിൽ വരുന്നുണ്ട്. അവളുടെ മുറിവിനെല്ലാം ഒരു ശുശ്രൂഷ കൊടുക്കുകയാണ്. ആ സമയം അവൻ അവളോട് ക്ഷമ പറയും. അവൻ അറിയാതെ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ അവനും അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. എമയ്ക്ക് വേറൊരു പേടി എന്താന്ന് വെച്ചാൽ ഈ ഐലൻഡിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു രോഗം പിടിപെട്ടാലോ എന്ത് ചെയ്യും, ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ. എന്നാൽ ഡീൻ പറയും, ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മറ്റൊരാൾ കൂടെ നിൽക്കും, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു കുളത്തിലോട്ട് കുളിക്കാനായിട്ട് പോവാണ്. രണ്ടുപേരും കൂടെ അങ്ങനെ നീന്തി കുളിക്കുന്നുണ്ട്. കുളിക്കുന്നതിന്റെ ഇടയ്ക്ക് എമ്മയുടെ അടുത്തോട്ട് ഡീൻ ചെല്ലുമ്പോൾ എമ്മ ഡീനിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ സ്കൂളിൽ വെച്ച് മിണ്ടാത്തത്, എന്തുകൊണ്ടാണ് നീ ആരോടും മിണ്ടാത്തതെന്ന്. ഡീൻ ഒരു കാര്യം പറയും, അവന്റെ കഥ പറയും. അവൻ അവന്റെ അമ്മേനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അവൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ എമ്മ ഡീനിനെ വിളിച്ചൊരു സ്ഥലത്ത് മാറിയിരുന്നിട്ട് അവനോട് കാര്യം തിരക്കും. അങ്ങനെ അവൻ കാര്യം പറഞ്ഞു കൊടുക്കും. ഇവനും അവന്റെ അമ്മയും കൂടെ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ കളിക്കണമെന്ന് തോന്നി, കാർ വെച്ച് കളിക്കണമെന്ന്. അങ്ങനെ അമ്മയോട് പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കി ഓൺ ആക്കാൻ. ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ അടിപൊളിയല്ലേ, റോഡ് കണ്ടാൽ അടിപൊളിയാണ്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതേപോലെ തന്നെ അമ്മയും മോനും കൂടെ ചെയ്തു. എന്നാൽ കളി കാര്യമായി വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു, വണ്ടി ഇടിച്ചു മറിഞ്ഞു. അങ്ങനെ അമ്മ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഡീനിന് അമ്മയുടെ ഫ്യൂണറലിന് വരാനായിട്ട് സാധിച്ചില്ല, കാരണം അവ ഹോസ്പിറ്റലിലായിരുന്നു ഏകദേശം 3 ദിവസം. അതുകൊണ്ട് ആ കുറ്റബോധത്തിലാണ് അവൻ എമ്മയോട് പറഞ്ഞത് അവന്റെ അമ്മേനെ അവനാണ് കൊന്നതെന്ന്. അങ്ങനെ ആ ഒരു വിഷമത്തിലാണ് അവൻ മറ്റുള്ള ആൾക്കാരോട് മിണ്ടാതിരുന്നത്. ഇപ്പൊ ഇത് പറയുമ്പോൾ എമ്മ അവനെ സമാധാനപ്പെടുത്തും. എന്തായാലും അവൻ ചെറിയൊരു വിഷമത്തോടെ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ അവരുടെ ഷെഡിന്റെ അടുത്ത് വരുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഡീനിന് ഒരുപാട് സന്തോഷമായിട്ട് ആ മഴയത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. എമ്മേനെ കൂടെ വിളിക്കും. എന്നാൽ അവൻ ഈ തുള്ളിച്ചേടുന്ന കാര്യങ്ങളൊക്കെ എമ്മ ദൂരെ നിന്ന് കാണുകയാണ്. എമ്മയ്ക്ക് അവനോട് ചെറിയ രീതിയിൽ പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ വലുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ മഴയത്ത് ഡാൻസ് കളിച്ച് തമ്മി ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ 1 മാസം കടന്നു പോവുകയാണ്. ഈ 1 മാസം കടന്നു പോകുന്ന സമയത്ത് എന്താ, പോലീസുകാർക്ക് ഈ ഒരു കാര്യത്തിൽ തോറ്റുപോയിട്ടുണ്ട്. അവർക്ക് ഇനി ഇവരുടെ പിന്നാലെ നടന്ന് സമയം കളയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ട്. എമ്മയുടെ കൂട്ടുകാരികളൊക്കെ ഇത് കേൾക്കുകയാണ്. അവർക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് എമ്മനെ തപ്പാതിരിക്കുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഡീനിന്റെ അച്ഛനും എമ്മയുടെ അമ്മയും ഇത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. ഇവര് വീണ്ടും അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ഹെലികോപ്റ്ററിൽ കയറി അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ഓരോ ഐലൻഡിൽ പോയിട്ട് ഇവരുടെ ഫോട്ടോ കൊടുത്തിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഒരു ദിവസം എമ്മയുടെ അമ്മയും ഡീനിന്റെ അച്ഛനും കൂടെ ഹെലികോപ്റ്റർ വെച്ച് അന്വേഷിക്കാനായിട്ട് ഹെലികോപ്റ്ററിൽ കയറാനായിട്ട് ചെല്ലും. എന്നാൽ മഴ കാരണം ഇന്ന് അന്വേഷണം നടക്കത്തില്ല. അമ്മയും അച്ഛനും കൂടെ അവിടെ ഇരിക്കുന്ന നേരത്ത് ഡീനിന്റെ അച്ഛൻ ഒരു കാര്യം പറയും. ഡീനിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഡീനിന്റെ അച്ഛന് ഡീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ ഡീനിന്റെ അച്ഛന്റെ പ്രതീക്ഷ കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീനിന്റെ അച്ഛൻ ഈ അന്വേഷണം ഇവിടെ വെച്ച് നിർത്തുവാന്ന് എമ്മയുടെ അമ്മയോട് പറയുന്നുണ്ട്. ഈ 1.5 മാസം അന്വേഷിച്ചിട്ടും ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡീനിന്റെ അച്ഛൻ ഇത് മടുത്തു. അങ്ങനെ എമ്മയുടെ അമ്മയുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് എമ്മയുടെ അമ്മയും വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വന്ന് നോക്കുമ്പോഴാവട്ടെ വീടിന്റെ മുന്നിൽ തന്നെ കുറെ അധികം കാര്യങ്ങളൊക്കെ കുട്ടികൾ കൊണ്ടുവച്ചിട്ടുണ്ട് എമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ
അതൊക്കെ കണ്ട് വിഷമിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും എമേനെയും ഡീനിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ആ ഐലൻഡിലുണ്ട്. ഡീനിന് വലിയ വിഷമമൊന്നുമില്ല, എന്നാൽ എമയ്ക്ക് നല്ല വിഷമമുണ്ട്. ഇവരെ തേടി ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ട് ഡീൻ എമേനെ സമാധാനപ്പെടുത്തും. എന്തായാലും നിന്നെ തേടി നിന്റെ വീട്ടുകാർ വരുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ ഇവർ നല്ല സന്തോഷത്തിലാണ്. കടലിലൊക്കെ പോയിട്ട് ഓരോ മീനിനെ കുത്തിയെടുത്തോണ്ട് വരുന്നുണ്ട് അവർക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ അവർ ആഘോഷിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ റൊമാൻസും ഉണ്ട്. ഈ റൊമാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുമ്പോൾ എമ അവനോട് ചോദിക്കും ഡീനിന് എമ ഓക്കെ ആണോന്ന്. ഡീനിന് എമയോ മതിയോ അതോ ഇനി വേറെ ആരെങ്കിലും കാണുമ്പോൾ അവരുടെ പിന്നാലെ പോകുന്നു. എന്നാൽ ഡീൻ പറയും നീ എനിക്ക് ധാരാളമാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല എന്ന്. അങ്ങനെ അതിനുശേഷം ഇവരൊരു കളി കളിക്കും. ഇവർ ഫസ്റ്റ് ടൈം ആയിട്ട് ആരായിട്ടാണ് ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് അങ്ങനെ ഡീൻ പറഞ്ഞു കൊടുക്കും. ഡീൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു ബന്ധം സ്ഥാപിച്ചിരുന്നത്. എന്നാൽ എമയോട് ചോദിക്കുമ്പോൾ എമ പറയും അവൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ടത് മറ്റാരുമായിട്ടല്ല, അത് ഡീനുമായിട്ടാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ഡീനിന് ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട്, അതിലുപരി സന്തോഷം തോന്നുന്നുണ്ട്. എമയോട് അവൻ ഒരുപാട് സ്നേഹം തോന്നിയിട്ട് എമേനെ വിളിച്ച് കാട്ടിൽ ചെല്ലും. എന്തിനാന്നല്ലേ എമയ്ക്ക് പൂ പറിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ അവൻ പൂ നോക്കുന്ന സമയത്താവട്ടെ ഇവരൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആകാശത്തോടെ ഒരു വിമാനം പോകുന്ന ശബ്ദം. ആ ഒരു വിമാനത്തിന് വിവരം അറിയിച്ചാൽ മതി ഇവർ ഈ ഐലൻഡിൽ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. ഡീൻ പെട്ടെന്ന് തന്നെ അവിടെ നോടാനായിട്ട് തുടങ്ങും. ആ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് ആകാശത്തോട്ട് പൊട്ടിച്ചാൽ മതി. കൂടെ തന്നെ എമയും പിന്നാലെ ഓടും. എന്നാൽ ഡീൻ വന്ന് ആ ഒരു ഫ്ലെയർ ഗൺ വെച്ച സ്ഥലത്ത് നോക്കുമ്പോൾ ഫ്ലെയർ ഗൺ കാണാനില്ല. ഫ്ലെയർ ഗൺ ആരോ എടുത്തോണ്ട് പോയതുപോലെ. എമൻ ആ പ്ലെയിനെ നോക്കി ചാടി വിളിക്കുന്നുണ്ട്, എന്നാൽ അവർ കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും എമ അങ്ങോട്ട് വരുന്നത്. എമ ഡീനിനോട് ദേഷ്യപ്പെടും. നിനക്ക് ഐലൻഡിൽ നിന്ന് പോകാനായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് നീയാണ് ഫ്ലെയർ ഗൺ മാറ്റി വെച്ചതെന്ന് പറഞ്ഞ് അവനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പിണങ്ങി എമ മാറിപ്പോവാണ്. എമ വിചാരിച്ചിരിക്കുന്നത് ഡീനാണ് ഫ്ലെയർ ഗൺ എല്ലായിടത്തും മാറ്റി വെച്ചതെന്നാണ്. എന്നാൽ അവൻ അതിനെപ്പറ്റി അറിയത്തില്ല, അവൻ എടുത്തു വെച്ചിട്ടില്ല. ഇപ്പൊ എമയാണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ മാറിയിരിക്കുകയാണ്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് അറിയാൻ പാടില്ലാതെ. അതുപോലെ തന്നെ എമയുടെ സൺസ്ക്രീൻ ഒക്കെ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവൾ അതിന്റെ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് കാണാതെ പോയി. ആരോ പറക്കി എടുത്തോണ്ട് പോകുന്നത് പോലെ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഇവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രതീക്ഷ ഉള്ളിലുണ്ട്. ആരെങ്കിലും ഇവരെ തേടി വരും എന്നുള്ളൊരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഇവര് രക്ഷപ്പെട്ടു പോകാനായിട്ട് SOS എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെള്ളം കയറി മാഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവരുടെ ഷെഡിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഡീൻ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തോ ഒരു മൃഗത്തിന്റെ ശബ്ദം. ഞാൻ ആ മൃഗത്തിന് ഇന്ന് തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നോടാനായിട്ട് തുടങ്ങും, ആ ഒരു മൃഗത്തിനെ കണ്ടുപിടിക്കാനായിട്ട്. എമ പറയുന്നുണ്ട് പോണ്ട, അത് കാറ്റിന്റെ ശബ്ദമാണെന്ന്. എന്നാൽ ഡീൻ കേൾക്കാതെ പോവാണ്. പിന്നാലെ തന്നെ എമയും അവനെ തിരക്കി ചെല്ലും. അവൻ ആ കാട് വഴി അങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മൃഗത്തിനെ നേരിട്ട് കാണുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു കരിമ്പുലിയാണ്. ആ കരിമ്പുലിയെ കണ്ടതും പേടിച്ച് അവിടെ നോടാനായിട്ട് തുടങ്ങും. ആ കരിമ്പുലി അവന്റെ പിന്നാലെ ഓടി ചെല്ലുകയാണ്. ഈ ഒരു കാര്യം എമ ദൂരെ നിന്ന് കാണുന്നുണ്ട്. എമയും ഇവരുടെ രണ്ടുപേരുടെ പിന്നാലെ ഓടും. ഇങ്ങനെ ഓടുന്ന നേരത്ത് ഡീനാണെങ്കിൽ ഒരു മരക്കമ്പിൽ തട്ടി താഴെ വീഴുന്നുണ്ട്. പുലിയാണെങ്കിൽ അവനെ പിടിക്കാനായിട്ട് പിന്നാലെ ചെല്ലുന്നുണ്ട്. ഈ ഒരു കാര്യം എമ കാണാണ്. എമ വിചാരിച്ചു ഡീനിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഡീനിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ആ കരിമ്പുലി ചത്ത് കിടക്കുന്നു. ഈ ചാടിയ സമയത്ത് ഡീനാണ് അതിനെ കുത്തിക്കൊന്നത്. ഇത് കാണുമ്പോഴാണ് എമയ്ക്കും അതുപോലെ തന്നെ ഡീനിനും സമാധാനമാവുന്നത്. രണ്ടുപേരും കൂടെ പിന്നീട് ആ ഒരു കുളത്തിന്റെ കരയിൽ ചെല്ലുകയാണ്. രണ്ടുപേരും കൂടെ ആ ഒരു കുളത്തിൽ മുങ്ങി കുളിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് എമയുടെ കൂട്ടുകാരികളൊക്കെ എമേനെ മറക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ സ്കൂളിലുള്ള ബാക്കിയുള്ള കുട്ടികളും മറക്കാനായിട്ട് തുടങ്ങും. എമയുടെ അമ്മയൊക്കെ ആണെങ്കിൽ എമ ഇനി ഓർമ്മ വരാതിരിക്കാനായിട്ട് എമയുടെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം എമയും അതുപോലെ തന്നെ ഡീനും ഐലൻഡിൽ നല്ല അടിച്ചുപൊളിയാണ്. അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്, റൊമാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ദിവസം എമയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഡീനാണ് അവളെ സമാധാനപ്പെടുത്തുന്നത്. ഇങ്ങ് വന്നേ, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എമേനെ അടുത്ത് വിളിച്ചിരുത്തി സമാധാനപ്പെടുത്തും. ഇവരിങ്ങനെ കിടക്കുന്ന സമയത്ത് കാണാതെ പോയ ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ സൺസ്ക്രീമും കൂടെ മുകളിൽ നിന്ന് താഴോട്ട് വന്ന് വീഴും. ഇവർ രണ്ടുപേരും കൂടെ എന്താണെന്നറിയാതെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു കുരങ്ങനാണ് ഇതെല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോയത്. ആ കുരങ്ങൻ ഇപ്പം കാര്യങ്ങളൊക്കെ താഴോട്ടിടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ആ കുരങ്ങന്റെ ആ ഒരു ഫ്ലെയർ ഗണ്ണും ഉണ്ട്. ആ ഫ്ലെയർ ഗൺ അത് താഴെ ഇടുന്നില്ല. എമ്മയ്ക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നിയിട്ട് താഴെ നിന്ന് ഒരു പഴം എടുക്കുന്നുണ്ട്. ആ ഒരു പഴം എടുത്തിട്ട് കുരങ്ങനെ കാണിക്കും, നീ ആ ഒരു ഫ്ലെയർ ഗൺ തരുവാണെങ്കിൽ ഈ പഴം തരാന്ന്. എന്നാൽ കുരങ്ങൻ ഇതൊന്നും അറിയത്തില്ല. കുരങ്ങൻ ആ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. പഴം വാങ്ങുന്നില്ല. രണ്ടുപേർക്ക് സന്തോഷമാവുന്നുണ്ട്. കാണാതെ പോയ ആ ഒരു ഫ്ലെയർ ഗൺ തിരിച്ചു കിട്ടിയല്ലോ. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ പോയി മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ മീൻ കിട്ടുന്നില്ല. ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നത്. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചെറിയൊരു ചാൻസല്ലേ കിട്ടിയിരിക്കുന്നത്. ഡീൻ പെട്ടെന്ന് തന്നെ അവിടെ നോടാനായിട്ട് തുടങ്ങും, ആ ഒരു ഫ്ലെയർ ഗൺ എടുക്കാനായിട്ട്. പിന്നാലെ തന്നെ എമ ഓടുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഓടി ചെന്ന് ആ ഒരു ഫ്ലെയർ ഗൺ എടുക്കുകയാണ്. അത് ആകാശത്തോട്ട് പൊട്ടിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു കാര്യം ആ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് കാണുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി ഈ ഐലൻഡിൽ രണ്ടാൾക്കാർ പെട്ട് കിടപ്പുണ്ടെന്ന്. അങ്ങനെ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യാണ്. കട്ട് ചെയ്താൽ നമ്മളൊരു കാര്യം കാണുകയാണ്, എമയും അതുപോലെ തന്നെ ഡീനും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവരെ കാത്തുകൊണ്ട് കുറെ അധികം മീഡിയക്കാരൊക്കെ ഉണ്ട്. മീഡിയക്കാർക്കൊക്കെ അത്ഭുതം, കാരണം രണ്ടുപേരും ഐലൻഡിൽ സർവൈവ് ചെയ്തല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോൾ ഡീൻ ആണെങ്കിൽ എമയുടെ കയ്യിലും പിടിക്കുന്നുണ്ട്, എമ ഡീനിന്റെ കയ്യിലും മുറുകെ പിടിക്കുന്നുണ്ട്. ഇവരെ കാത്തുകൊണ്ട് തന്നെ കൂട്ടുകാരും ഫാമിലിയും എല്ലാം താഴെ നിൽപ്പുണ്ട്. അങ്ങനെ എമയും ഡീനും
ഡീനും കൂടെ ഫാമിലിയുടെ അടുത്ത് ചെല്ലുകയാണ്. ഡീനിന് സ്വന്തം എന്ന് പറയാൻ അവന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ, കൂട്ടുകാരൊന്നുമില്ല. എന്നാൽ എമയ്ക്കാണെങ്കിൽ ചുറ്റും കുറെ ആൾക്കാരുണ്ട്, അവളുടെ ഫാമിലി ഉണ്ട്, അവരുടെ കൂട്ടുകാരുണ്ട്. അവരുമായിട്ടൊക്കെ എമ തിരക്കായി പോവാണ്. ഡീനിന് ഇപ്പൊ അവിടെ നിന്ന് പോയേ പറ്റൂ, വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ എമയെടുത്ത് വലിയ രീതിയിൽ മിണ്ടാൻ പറ്റാതെ അവിടെ നിന്ന് പോകാനേ കഴിഞ്ഞുള്ളൂ. എമയ്ക്കും ചെറിയൊരു വിഷമമാവുന്നുണ്ട് ഡീനിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. അവൾ എത്തി നോക്കുന്നുണ്ട് ഡീൻ എങ്ങോട്ട് പോയെന്ന്. അങ്ങനെ ഡീനും അതുപോലെ തന്നെ എമയും വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. അന്ന് രാത്രി എമയാണെങ്കിൽ അവളുടെ റൂമിലിരുന്ന് എന്തോ ഒരു കാര്യം ചെയ്യാണ്. അന്നേരം ജനലിൽ ആരോ കൊട്ടുന്നുണ്ട്. ചെന്ന് തുറന്നു നോക്കുമ്പോഴാവട്ടെ അത് ഡീനാണ്. ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ സന്തോഷത്തിലാണ് ഡീനും എമയും. എന്നാൽ എമ അടുത്ത ആഴ്ച തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഡീൻ അവൾക്കൊരു ഉമ്മ കൊടുക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൾ അവനെ തള്ളി മാറ്റും. ഇപ്പം വേണ്ട, വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അവൾക്ക് അവനോടുള്ള സ്നേഹം ചെറുതായിട്ട് കുറഞ്ഞു പോയതുപോലെ. എന്നാൽ അവൻ അറിയത്തില്ല. അവന് ആകെ വിഷമപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. എമ ഐലൻഡിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ അവളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വന്നതുപോലെ ഡീനിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഒരു പാർട്ടിയാണ്, ഒരു തിരിച്ചു വന്നതിന്റെ ഒരു പാർട്ടി. ആ പാർട്ടിയിൽ വെച്ച് എമയുടെ ചുറ്റും കുറെ ആൾക്കാർ കൂടുന്നുണ്ട്. എന്നാൽ ഈ ഡീനിന്റെ ചുറ്റും കുറെ ആൾക്കാരൊന്നുമില്ല. ഡീനിന് എമയോട് എങ്ങനെയെങ്കിലും സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ എമയോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയും. പക്ഷെ എമ വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇപ്പൊ കുറെ ആൾക്കാർ കൂടെയുണ്ട്, ഇപ്പൊ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ നിൽക്കുന്നത്. ഈ ഒരു കാര്യം അവളുടെ അനിയത്തി കാണുന്നുണ്ട്. ഡീനിനോട് വന്ന ഒരു കാര്യം പറയും. അതായത് എമയെന്ന് പറഞ്ഞാൽ ഒരാളോട് സംസാരിച്ചാൽ അവർക്ക് എമേനെ ഒരുപാട് ഇഷ്ടപ്പെടും. എമ ഫേമസ് ആവാൻ വലിയ നേരമൊന്നും വേണ്ട. ഈ ഒരു കാര്യമൊക്കെ ഡീനിനോട് പറയാണ്. എന്നാൽ ഡീനിന് വലിയ കൂട്ടുകാരൊന്നും ഇല്ലല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഡീനിനോട് എമ ചെന്ന് മിണ്ടുന്നില്ല. അവൾക്ക് എന്തോ പോലാണ് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഡീനിനോട് മിണ്ടുന്നത്. ഡീൻ വലിയ ആളൊന്നും അല്ലല്ലോ, അതായത് സ്കൂളിലെ ഫേമസ് ആയിട്ടുള്ള ആളൊന്നും അല്ലല്ലോ. കൂട്ടുകാരികളൊക്കെ വീണ്ടും സ്റ്റീഫന്റെ കാര്യം എമയോട് പറയുന്നുണ്ട്. അവളത് കേട്ടിരിക്കുന്നതേ ഉള്ളൂ, വലുതായിട്ട് പ്രതികരിക്കുന്നൊന്നുമില്ല. ഇപ്പം ഡീനാണെങ്കിൽ എമേനെ നോക്കി ഒരു കത്തിയും പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ആ കത്തി വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പോവാണോ അറിയില്ല. അന്നേരമായിരിക്കും ഡീനിന്റെ അച്ഛൻ അവനെ വന്ന് വിളിക്കുന്നത്. വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഡീനും അച്ഛന്റെ പിന്നാലെ ചെല്ലുകയാണ്. എമ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. എമയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ ഡീനിനോട് മിണ്ടാത്തത് കൊണ്ട് തന്നെ. ഇവിടെ വന്നിട്ട് മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. കുറെ ആൾക്കാർ ചുറ്റുമുണ്ട്. ഇവരെല്ലാരും എന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയാണ് എമയ്ക്ക്. അന്ന് രാത്രി ഡീനാണെങ്കിൽ വീട്ടിൽ വന്ന് എന്തോ കാര്യം ചെയ്യാണ്. അന്നേരം ഫോണിലോട്ട് ഒരു കോള് വരും. വിളിച്ചത് എമ്മയാണ്. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ല, അത് കട്ട് ചെയ്യാണ്. പിന്നീട് എമ്മ അവളുടെ വീട്ടിൽ നിന്നിട്ട് അവളുടെ കുറച്ച് തുണിയൊക്കെ എടുത്ത് കളയാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം അനിയത്തി അങ്ങോട്ട് വരും. അനിയത്തി വന്നിട്ട് എമ്മയോടൊരു കാര്യം പറയും. എമ്മ ഇല്ലാത്ത സമയത്ത് എമ്മയ്ക്ക് കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മീനിനെല്ലാം തീറ്റ ഇട്ട് കൊടുക്കുന്നത് എമ്മയുടെ അനിയത്തിയായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിലുള്ള എല്ലാവരും എമ്മയുടെ അനിയത്തിയോട് എമ്മ ഇല്ലാത്ത നേരത്ത് നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. എന്നാൽ എമ്മ വന്നതിന് ശേഷം ആ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഒരു വിഷമത്തിലാണ് അനിയത്തി. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന എമ്മയാണെങ്കിൽ അനിയത്തിനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. നീ അടിപൊളിയാണ്, പതിയെ പതിയെ നിന്റെ സ്വഭാവത്തിലും വ്യത്യാസം വന്നിട്ട് എല്ലാവരും നിന്നോട് നല്ല രീതിയിൽ പെരുമാറുമെന്ന്. കട്ട് ചെയ്താൽ ഡീനിനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവന്റെ അമ്മേന്റെ ശവക്കലറയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അമ്മയോട് അവൻ സംസാരിക്കുകയാണ്. അവന് നല്ല വിഷമമുണ്ട്. എമ്മ അവനോട് മിണ്ടുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഡീനിന് അമ്മയുടെ ഫ്യൂണറലിന് വരാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. ആ ഒരു വിഷമമൊക്കെ പറഞ്ഞ് അവൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ എല്ലാവരും ഒരു പ്രോം പാർട്ടിയാണ്, അതായത് ഒരു ഫെയർവെല്ല് പോലെ. എമ്മയും അതുപോലെ തന്നെ കൂട്ടുകാരികളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് പോകാനായിട്ട്. എന്നാൽ ഡീൻ മാത്രം റെഡി ആയിട്ടില്ല. അവൻ അവന്റെ വീട്ടിൽ എന്തോ ഒരു ഫുട്ബോളോ മറ്റോ കണ്ടിട്ട് കിടക്കുകയാണ്. അച്ഛൻ വന്നിട്ട് അവനോട് ചോദിക്കും, ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല, നിനക്ക് വേണമെങ്കിൽ എന്റെ സ്യൂട്ടൊക്കെ കടമായിട്ട് തരാം, നീ അതൊക്കെ ഇട്ട് പൊയ്ക്കോളാം. എന്തായാലും അവന് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ എമ്മേനെയും കൂട്ടുകാരിനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. കൂട്ടുകാരി എമ്മയോട് പറയും, നിനക്കൊരു കാര്യം അറിയാമോ, നിന്നൊരു പയ്യൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ എന്നോട് സംസാരിച്ചു, നിന്നെ അവന്റെ മുമ്പിൽ എത്തിക്കാമോ എന്ന്. അവനെ കണ്ടോന്ന് പറഞ്ഞിട്ട് എവളെയും വിളിച്ച് ആ ഒരു വാതിലിന്റെ അടുത്ത് വരും. നോക്കുമ്പോൾ മറ്റാരുമല്ല, അത് നമ്മുടെ ഡീൻ തന്നെയാണ്. ഡീൻ എമ്മയ്ക്ക് വേണ്ടി ആ ഒരു മഴയത്ത് അവിടെ നിൽപ്പുണ്ട്. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. കൂട്ടുകാരിയോട് ഡീൻ എങ്ങനെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരിയാണ് ഇപ്പം എമ്മേനെയും വിളിച്ച് പുറത്തോട്ട് വന്നത്. എമ്മ ഇത് കണ്ടതും ഡീനിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. അവൾക്ക് അവനോട് ഇഷ്ടമല്ലാത്തതൊന്നും അല്ല, ഇത്രയും ആൾക്കാർ കൂടി നിന്നപ്പം എങ്ങനെ മിണ്ടണമെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവനോട് നല്ല രീതിയിൽ മിണ്ടാനായിട്ട് കഴിയാഞ്ഞത്. അങ്ങനെ ഡീനിന്റെ അടുത്ത് ഓടി ചെന്ന് അവൻ്റെ ഒരു മുത്തം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ഇനി അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ കഴിയൊന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.